അതായത് തലയ്ക്ക് കൂടുതൽ അഹങ്കാരവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന് അഹങ്കാരം തലയ്ക്കകത്ത് കയറിയാലും അവൻ്റെ പതനം അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മൾട്ടിപൂറിൽ ഇത്രമാത്രം വലിയൊരു മഹാരാജ്യം, ആ രാജ്യത്തിൻ്റെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ 3-4 മാസം കൊണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോയി. ഏറ്റവും വലിയ ശത്രുവായിട്ട് കയറിയിട്ട് അവൻ്റെ ശത്രു ആരാ? നമ്മുടെ ശത്രു ആരാ? അവൻ. ഒരു ബന്ധം എന്നല്ലാതെ ഈ ബന്ധം കൊണ്ട് എന്ത് പ്രയോജനം നമുക്ക് കിട്ടി? ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾക്ക് പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉത്തരം തരട്ടെ. എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത്? ഇതൊക്കെ ഗ്ലോബലായിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരനെയും ബാധിക്കും. ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ്റെ യാത്രയെ ബാധിക്കും, അവൻ്റെ താമസത്തെ ബാധിക്കും, അവൻ്റെ അവിടെയുള്ള ജോലിയെ ബാധിക്കും. ഗ്ലോബലായിട്ട് നമ്മളെ ഇത് ബാധിക്കും. ഇതിനാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ. നമ്മൾ ഏത് രീതിയിൽ ഡിപ്ലോമസി പോകണം, അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം. എല്ലാവരെയും ശത്രുക്കളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.